കഴിഞ്ഞ ദിവസം ക്ലിനിക്കിലൊരു പേഷ്യൻ്റ് വന്നിട്ട് അവരെ ഗ്ലൂക്കോസ് ലെവലെല്ലാം ചെക്ക് ചെയ്ത് അതുപോലെ കൊളസ്ട്രോളും ചെക്ക് ചെയ്ത് നോർമലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അത് നോക്കിയപ്പോൾ മനസ്സിലായത് അവർ ഫാസ്റ്റിങ്ങിൽ ഗ്ലൂക്കോസും നോക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ കൊളസ്ട്രോളുമാണ് നോക്കിയത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കൊളസ്ട്രോൾ നോർമലാണോ എന്ന് നമുക്ക് പറയാനായിട്ടില്ല, നിങ്ങൾ പോയിട്ടൊന്ന് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കൂ. അപ്പോൾ ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ടോട്ടൽ കൊളസ്ട്രോളും HDLും LDLും അതുപോലെ ട്രൈഗ്ലിസറൈഡും ഈ കൊളസ്ട്രോൾ HDL റേഷ്യോസൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മളെ ബ്ലഡിലുണ്ടാവുന്ന ടോട്ടലായിട്ടുള്ള ഒരു കൊളസ്ട്രോളിൻ്റെ ലെവലാണ്. അതേപോലെ LDL എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ പ്ലേഗ്സ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അത് ഒരു ബാഡ് കൊളസ്ട്രോളാണ്. അതുപോലെ തന്നെ HDL എന്ന് പറയുന്നത് ഒരു ഗുഡ് കൊളസ്ട്രോളാണ്. ഈ LDLനെ ഇല്ലാതാക്കുന്നതാണ്. അതേപോലെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിനെ ബ്ലോക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരവസ്ഥ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ഫാറ്റ് നമ്മുടെ ഹാർട്ടിൽ ബ്ലോക്ക് ചെയ്യാനുള്ള ഇതുണ്ടാക്കുന്നതാണ് ഈ ട്രൈഗ്ലിസറൈഡ്. അപ്പോൾ നമ്മൾ ഇത് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അവരപ്പോൾ ലിപ്പിഡ് പ്രൊഫൈലെല്ലാം ചെക്ക് ചെയ്ത് വന്നപ്പോൾ അവരുടെ ട്രൈഗ്ലിസറൈഡും കൂടുതലാണ്, അതുപോലെ LDLും കൂടുതലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിസ്ക് മനസ്സിലാവില്ല. അപ്പോൾ എപ്പോഴും ചെക്ക് ചെയ്യുമ്പം നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ തന്നെ ചെക്ക് ചെയ്യാൻ നോക്കണം. ഇനി ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ റേഞ്ച് 200 ബിലോ ആണ്. 125 to 200 ബിലോ ആയിട്ട് വരണം. അതുപോലെ LDL 100 താഴെയായിട്ട് വരണം. ഇനി HDL ആണെങ്കിൽ 60 എബോവ് അല്ലെങ്കിൽ 40 to 60 റേഞ്ച് ആയിരിക്കണം. ഇനി ട്രൈഗ്ലിസറൈഡ് ആണെങ്കിൽ എപ്പോഴും ഒരു 150 താഴെ ആയിട്ട് നോക്കണം. പിന്നെ നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മെഡിസിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20 ഡേയ്സിൽ തന്നെ പലരും പോയിട്ട് റീചെക്ക് ചെയ്യും കൊളസ്ട്രോളിൻ്റെ വാല്യൂ കുറഞ്ഞോ എന്നുള്ളത്. അപ്പോൾ ഏറ്റവും നല്ലതൊരു 3 months വരെ വെയിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ വാല്യൂ അറിയാനായിട്ട്. അതാണ് ഒരു ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. ഒരു 3 months വരെ മരുന്ന് കഴിച്ചിട്ട് ഒരു 3 months വരെ കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് ചെക്കിങ് മതിയാവും. പിന്നെ വേറെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ LDL കൂടുകയും ട്രൈഗ്ലിസറൈഡ് കൂടുകയും അതുപോലെ തന്നെ HDL കുറയുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുകയും വേണം. അത് ഒരു ഹാർട്ട് കംപ്ലയിൻറ്റിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. ഇനി ടോട്ടൽ കൊളസ്ട്രോൾ അതുപോലെ നമ്മുടെ HDL റേഷ്യോസ് നോക്കുകയാണെങ്കിൽ ഈ ടോട്ടൽ കൊളസ്ട്രോൾ HDL റേഷ്യോ എന്ന് പറയുന്നത് 5:1 ആയിരിക്കണം എപ്പോഴും. അതിൽ കുറവായിരിക്കണം. ഒരു ഐഡിയലായിട്ട് പറയുകയാണെങ്കിൽ 3.5:1 ആയിരിക്കണം. ഈ ടോട്ടൽ കൊളസ്ട്രോൾ HDL റേഷ്യോ 5:1 മുകളിലായിട്ടാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് ഹാർട്ടിൽ റിസ്ക് ആണ്. എന്തെങ്കിലും ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഫിസീഷ്യനെ പോയി കാണേണ്ടതാണ്.